തങ്കൂസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മഴക്കാലം വരികയാണല്ലോ, പകർച്ചവ്യാധികളും. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ പരിസരം ഒന്ന് ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് ഞങ്ങളുടെ റോഡാണ് നന്നാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പണി ആരംഭിക്കാം. ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. ഇതൊരു മണ്ണ് റോഡാണ്. റോഡിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ റോട്ടിൽ കൂടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിലേക്കാണ്. ഞങ്ങൾ ഷെഡിലാണ് താമസം. അപ്പോൾ ഈ എലി മാളം ഉണ്ടാക്കിയിട്ട് ആ മാളത്തിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെയാണ് വെള്ളം വരുന്നത്. ഫുള്ള് കാടാണ് ഇവിടെ പരിസരത്ത്. അപ്പുറത്തൊക്കെ താഴെയൊക്കെ ആൾക്കാർ താമസം ഉണ്ടെങ്കിലും ആരും ഈ റോഡ് ഒന്ന് നന്നാക്കുന്നതിനൊന്നിനും സഹായിക്കുകയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയല്ലേ, ആൾക്കാരിങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ വീടിൻ്റെ താഴെയൊക്കെ താമസക്കാരുണ്ട്, സ്വന്തമായിട്ട് സ്ഥലം മേടിച്ചവരുണ്ട്. അവരൊന്നും ഇതിന് യാതൊരു വിധമായ സഹായ സഹകരണങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ റോഡ് MLAക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. MLA സഹായം ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്ന് എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അളവൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ മഴ പിടിച്ചു കഴിഞ്ഞാൽ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര കുരങ്ങ് ശല്യമുണ്ട്. ഒരു സാധനം വീട്ടിൽ വെച്ചാൽ കുരങ്ങ് തരില്ല. അതുപോലെ തന്നെ ചക്ക, മാങ്ങ ഇതൊക്കെ അടുത്ത പറമ്പിലാണുള്ളത്, നമുക്കിതൊന്നുമില്ല. ആ പറമ്പിൽ നിന്നാണേലും ഇതൊക്കെ പറിച്ച് നശിപ്പിക്കുന്നു. പന്നിയുണ്ട്. 5 മണിക്ക് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, പന്നിയുടെ ശല്യം കാരണം. പിന്നെ അടുത്തൊന്നും വെട്ടമില്ല, താമസക്കാരും കുറവാണ്. ഓരോരുത്തർ വീടൊക്കെ പണിത് തുടങ്ങി പകുതിയൊക്കെ ആക്കിയതും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അടുത്തൊന്നും ആരും താമസമൊന്നും ഇല്ലാത്തത് കൊണ്ടും കുരങ്ങിൻ്റെ ശല്യം കൊണ്ടും ഞങ്ങൾ വളർത്താൻ വേണ്ടി വാങ്ങിയൊരു നായ്ക്കുട്ടിയാണ്. അവിടെ പേരാണ് സില്ലു. അവളാണ് ഞങ്ങളെ ഇപ്പം കുരങ്ങിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നത്. പകലൊക്കെ പാമ്പ് വരും. പാമ്പൊക്കെ വരുമ്പം അവളുടെ കുര കൊണ്ടാണ് ആരാ എന്താണെന്നുള്ളത് ഞങ്ങൾ ഇറങ്ങി നോക്കുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ജീവിതം. അപ്പോൾ ഇനി മഴ ഇങ്ങോട്ട് തുടങ്ങുകയല്ലേ. മഴ തുടങ്ങിയാൽ ആകെ ചളി വിളിയാകും റോഡ്. ഇത് ഇപ്പം ഞങ്ങൾ പുതിയ റോഡായതുകൊണ്ട് തൊഴിലുറപ്പിലൊന്നും ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പം പുതിയ വർക്കിൽ എന്തെങ്കിലുമൊക്കെ വന്നാലും ഇത് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ മഴക്കാലത്ത് ഇവർക്ക് സ്കൂളിൽ പോകേണ്ടതാണ്. അപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഉള്ള റോഡല്ലേ. അപ്പോൾ അവരും കൂടി ഇറങ്ങിയിട്ട് സഹായം ചെയ്യുകയാണ്. ഒരാൾ വെള്ളം എടുക്കാനായിട്ട് പോയിട്ടുണ്ട്, കുടിക്കാൻ വെള്ളം. നല്ല ചൂടാണ്. അപ്പോൾ മഴ എപ്പോഴാണ് പെയ്യാമെന്നറിയില്ല, ഇടിയൊക്കെ പൊട്ടുന്നുണ്ട്. അവർ വീട് പണിക്ക് കൊണ്ടിട്ട മെറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ കൈക്കോട്ടൊക്കെ ആകെ നാശമാവും. ഇനിയിപ്പം നന്നാക്കാനാണെങ്കിൽ കുറേ ദൂരം പോകണം. മുള്ളൊക്കെ ഇത് നിറച്ച് മുള്ളാണ്. ആ വിഷമുള്ള് പോലത്തെ മുള്ളും ഉണ്ട്. അപ്പോൾ അത് കയ്യാലൊക്കെ കൊണ്ടാൽ ഇനിയിപ്പോൾ പഴുത്ത് ആയാലും ആശുപത്രിയിൽ പോകണേ മഴക്കാലമായാലും വലിയ ബുദ്ധിമുട്ടാണ്. ഒരു വണ്ടിയൊന്നും വരില്ല. അങ്ങ് മുകളിൽ കയറി പോകണം. അവിടെ വന്നാലും സ്വന്തമായിട്ട് വാഹനം ഉള്ളവരാണ് ഇവിടെ ഉള്ളവരൊക്കെ. അപ്പോൾ ഇങ്ങോട്ടേക്കൊരു ഓട്ടോറിക്ഷയോ ഒന്നും വരില്ല. അപ്പോൾ ആകെ കഷ്ടപ്പാടിലാണ്. പറയുമ്പോൾ ടൗണിനോടൊക്കെ അടുത്തുള്ള പ്രദേശമൊക്കെയാണ്. പക്ഷേ നമുക്കൊരു വാഹനം കിട്ടണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് വെള്ളക്കുഴിയാണ്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിലൊരു ബുദ്ധിമുട്ടുമില്ല, വെള്ളം ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ കുടിവെള്ളത്തിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ അതൊരു പ്രകൃതി തന്ന ഒരു വരദാനം എന്ന് പറയുന്ന പോലെ ഒരു കുടിവെള്ള സ്രോതസ്സുണ്ട്. പക്ഷേ അത് മുഴുവനും പായലും ഒക്കെ കാരണം അത് ഒരുപാട് അരിച്ച് വേണം നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ പന്നിയും ഇതൊക്കെ ഉള്ളത് കൊണ്ട്, കുരങ്ങും ഒക്കെ ഉള്ളത് കൊണ്ട് അതുങ്ങളതിൽ ചാടുകയും ഒക്കെ ചെയ്യും. അപ്പോൾ എന്നും വൃത്തിയാക്കി ഇടണം. അപ്പോൾ അതൊന്ന് സംരക്ഷിച്ച് ഒരു ചെറിയ ടാങ്ക് പോലെ ആക്കി അതിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ വെള്ളം എടുക്കാനുള്ളൊരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. അതാ കുഞ്ഞ് വെള്ളം ദാഹിക്കുന്നുണ്ട്. ചൂട് കാരണം കൊച്ചു വെള്ളത്തിന് പോയതാണ്. അവൾ വെള്ളം ഉണ്ടാക്കിക്കൊണ്ട് വരിക. ഇത് വെട്ടിയിട്ടും തീരുന്നില്ല. ഇപ്പടി ആ പറമ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഇപ്പോൾ ഇത് വെട്ടിയെന്നും പറഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ വഴക്കിന് വരുമോ ഇല്ല എന്നുള്ള കാര്യം അറിയാൻ മേല. അവരുടെ വേറെ ആൾക്കാരുടെ സ്ഥലമാണ്. പക്ഷേ ഈ റോട്ടിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന ഭാഗം മാത്രം ഒന്ന് വൃത്തിയാക്കി ഇട്ടാൽ ആരെങ്കിലും കണ്ടാൽ തന്നെ ഒരു വൃത്തിയും മെനയായിട്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ. അപ്പോൾ എൻ്റെ നായ്ക്കുട്ടി നോക്കുന്നുണ്ട്. ഇന്നത്തെ ഈ പണി ഞങ്ങൾ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.